എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നും ഇത് ഡേ ചാർട്ടാണ് നിഫ്റ്റിയുടെ ഡേ ചാർട്ട് നോക്കിയാൽ അറിയാം. ഇന്നലത്തെ ക്ലോസിങ്ങിനെക്കാട്ടി ഹൈ ഓപ്പണിംഗ് വന്നു, കുറച്ച് ഹൈയിൽ വന്നു. പക്ഷേങ്കിൽ അവിടെ മാർക്കറ്റ് സ്റ്റേബിൾ ആയില്ല, തിരിച്ച് വീണ്ടും ഇറങ്ങുകയാണ്. ഞാൻ നേരത്തെ പറയുന്നത് പോലെ 25,700 ഇപ്പോഴത്തെ കണ്ടീഷൻ വന്നാലും 25,700 800 ലെവലിൽ നിന്ന് സെല്ലിങ് വീണ്ടും വരും, പെട്ടെന്ന് വരുവാണെങ്കിൽ. ഇവിടിപ്പം ഈ ഒരു ഹൈ അടിച്ചതിന് ശേഷം 3 ദിവസത്തെ ട്രേഡിംഗ് ആയിട്ടുണ്ട്. ഈ ഒരു 3-4 ദിവസയുടെ ട്രേഡിംഗ് റേഞ്ച് നിൽക്കുവാണെങ്കിൽ പുതിയൊരു ഹൈയിലോട്ട് പോകാനൊരു ചാൻസ് ചിലപ്പോൾ കാണിക്കാം. റേഞ്ച് ആകുമ്പോഴത്തേനും മാറും, ഹയർ കൺസോൾട്ടേഷൻ നടത്തി ചിലപ്പോൾ ബ്രേക്ക് ഔട്ട് പോലെ തന്ന് കയറാൻ ചാൻസ് ഉണ്ട്. പക്ഷേങ്കിൽ അങ്ങനെ വന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും ഡൗണിലോട്ട് പോകാനാണ് കൂടുതൽ ചാൻസ്. ഇവിടെ ഈ ഹയർ, അതായത് 25,300 ഇപ്പം വന്ന ഈ റീസെൻ്റ് ഹൈ ഈ റേഞ്ചിലാണ്. അറ്റ്ലീസ്റ്റ് ഈ ഒരു 25,200 മുകളിൽ തന്നെ ഈ ഷെയർ ഇത് നിൽക്കണം മാർക്കറ്റ്. എന്നാൽ മാത്രമേ നമുക്ക് ഒരു ചാൻസ് പറയാൻ പറ്റത്തുള്ളൂ. കുറച്ച് ദിവസം ആ 25,200 റേഞ്ചിന് മുകളിൽ ട്രേഡ് നിൽക്കണം. ബാങ്ക് നിഫ്റ്റി ആണെങ്കിലും ഓപ്പണിങ് ഫ്ലാറ്റ് ഓപ്പണിങ് വന്ന് കുറച്ച് ഹൈ അടിച്ചു, അതിനുശേഷം ഇറങ്ങി. ഇതെല്ലാം ഏകദേശം ഒരു ഓവർബോട്ട് പൊസിഷൻ ലെവലുകളാണ്. അതുകൊണ്ടാണ് അധികം മൂവ്മെൻറ്റ് കിട്ടാത്തത്. ഹൈ ഓപ്പണിംഗ് വന്നാൽ പിന്നെ സെല്ലിങ് വരും. ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിൽ കുറച്ച് ഹൈയിൽ പോയിട്ട് തിരിച്ചിറങ്ങി വരും. അങ്ങനത്തെ ഒരു മൂവ്മെൻറ്റ് ഇപ്പം നടക്കുന്നത്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. നമുക്ക് ഡേ ചാർട്ട് നോക്കിയാൽ ഇവിടെ നോക്കിയാൽ അറിയാം, ഓപ്പണിങ്ങിലൊന്നും ചാൻസ് ഇല്ല. പക്ഷേ എങ്കിൽ ഒരു 1.40 ഇപ്പോൾ ഇവിടെ കണ്ടാൽ CPRൻ്റെ R1 ലെവലിൽ വന്ന് ടച്ച് ചെയ്തു, ഭയങ്കര സ്പീഡിൽ ഇറങ്ങിപ്പോകുന്നു. ബാങ്ക് നിഫ്റ്റി ആണെങ്കിലും ബാങ്ക് നിഫ്റ്റിക്ക് അത് ചാൻസ് ഇല്ലായിരുന്നു. ഇതൊക്കെ എന്ന് പറയുമ്പോൾ നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ട്രേഡേഴ്സ് മാത്രമേ ഇതിനകത്ത് നല്ലൊരു എൻട്രി കിട്ടത്തുള്ളൂ. അപ്പോൾ നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ലെവലുകൾ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ബാക്കി വരുന്ന ദിവസങ്ങളിലുള്ള മൂവ്മെൻറ്റ് കാണുമ്പോൾ നമുക്ക് ഏകദേശമൊക്കെ ഐഡിയ കിട്ടും. നമുക്ക് കഴിഞ്ഞ ദിവസം നമ്മൾ എടുത്തിരുന്ന ഷെയറുകളാണ് ഈ കാണുന്നതല്ല. ഇതിനകത്ത് കുറേ ഷെയറുകൾ നല്ല ചാൻസ് വന്നിട്ടുണ്ടായിരുന്നു. ഇതിൽ ഗബ്രിയൽ ആണെങ്കിൽ ഡൗൺ ഓപ്പണിംഗ് വന്ന് ഡൗണിലോട്ട് തന്നെ പോയായിരുന്നു. ഇതും പിന്നെ HDB ഫൈനാൻഷ്യൽ സർവീസ് ഇന്നലെ ലിസ്റ്റായ ഷെയർ, ഇതിനകത്ത് ചാൻസ് തന്നിട്ടില്ല. ഡിജിറ്റൈഡിനകത്ത് നമുക്ക് ചാൻസ് ഇല്ല. വീനസ് പൈപ്പ്, അതും ഡൗൺ അല്ല. ഇവിടെ പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ ഓപ്പൺ വന്നു, പ്രീവിയസ് ഡേ ഹൈ കട്ട് ചെയ്തു. 478 റേഞ്ച് ചെയ്യുന്നത് 430, ഏകദേശം 50 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് ഇത് കാണിക്കുന്നുണ്ട്. പിന്നെ ബജാജ് കൺസ്യൂമർ, അതെനിക്കൊന്നും ചാൻസ് വന്നിട്ടില്ലായിരുന്നു, ഞാൻ കണ്ടില്ല. നോക്കട്ടെ, ചാൻസ് വന്നിട്ടില്ല, ഹൈയിലൊന്നും പോയിട്ടില്ലായിരുന്നു. വിംത ലാബ് എന്ന് പറയുന്ന ഷെയർ, വിംത ലാബ് ഓപ്പണിങ്ങിൽ പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ തന്നെ ഇവിടം വരെ പോയി. അത് സൂം ചെയ്യാമെങ്കിൽ കാണാൻ പറ്റും, കണ്ടില്ലേ? ഇവിടം വരെ ഹൈ വന്നു, ഹൈ കട്ട് ചെയ്ത് ഇറങ്ങി, R1 പോകാതെ ഇറങ്ങി. നമുക്ക് 486 റേഞ്ച് ഒരു എൻട്രി എടുത്താൽ 473 വരെ തരുന്നുണ്ട്. LT ഫുഡ് എന്ന് പറയുന്ന ഷെയർ, അത് നല്ല ചാൻസാണ് തന്നെ. LT ഫുഡ് ഓപ്പണിംഗ് ക്യാൻഡിലെ പ്രീവിയസ് ഡേ ഹൈ R1 അടിച്ചിട്ട് ഇവിടെ ഇറങ്ങുമ്പോൾ 504 റേഞ്ചിൽ നിന്ന് നമുക്ക് 493 വരെ തരുന്നുണ്ട്. പിന്നെ ആവറേജ് വരും ഇറങ്ങും, അങ്ങനത്തെ ഒരു മൂവ്മെൻ്റ് ആയിരുന്നു അതിൽ. അതിനുശേഷം JK ലക്ഷ്മി നല്ല മൂവ്മെൻറ്റ് തന്നില്ല, എങ്കിലും പ്രോഫിറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു.
ഓപ്പണിങ്ങിൽ ഇവിടെ ഒരു ചാൻസ്, ഇവിടെ 994 എന്നത് 975 വരെ വന്നു. അതിന് ശേഷം അത് പോയി വീണ്ടും ഹൈ അടിച്ചു. ആ പ്രൊഡിക്റ്റീവ് ചാനൽ ഒന്ന് ഓഫ് ചെയ്യട്ടെ. വീണ്ടും ഹൈ അടിക്കാൻ നമ്മൾ നോക്കേണ്ടത് അടുത്ത ലെവലിൽ പോകുന്നത് നോക്കുക. ഇത് അടുത്ത ലെവലിൽ പോയി. അടുത്ത ലെവലിൽ പോയിട്ട് ഇറങ്ങുന്ന സമയത്ത് നമ്മൾ ഇവിടെ കൊടുക്കുക. 1003 എൻട്രി കൊടുത്താൽ വീണ്ടും നമുക്ക് നല്ലൊരു രണ്ട് പ്രാവശ്യം നല്ല ചാൻസ് അതിനകത്ത് കിട്ടുന്നുണ്ട്. അതിനുശേഷം സോട്ടാക്കകത്ത് 48 വരെ വന്നിട്ട് ഇറങ്ങിപ്പോയി. പക്ഷേ എങ്കിൽ 49 കട്ട് ചെയ്തില്ല. അപ്പോൾ അത് വിട്ടേക്കാം. SML ഇഷ്യൂസും നല്ല മൂവ്മെൻ്റ് ആയിരുന്നു അപ്പിലോട്ട്. പിന്നെ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷനകത്ത് നമ്മൾ എടുത്തതിനകത്ത് നമുക്ക് ലോറസ് ലാബിനകത്തും ഫോർട്ടീസിനകത്തും ഏകദേശം ചെറിയൊരു പ്രോഫിറ്റ്, സെയിൽ, ടാറ്റാസിൽ ഈ 4 എണ്ണത്തിലും ചെറിയ പ്രോഫിറ്റ് വന്നു. ഈ 2 എണ്ണത്തിനകത്തും ബൈങ് ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേങ്കിൽ ഒത്തിരി ഹെവി മൂവ്മെൻറ്റ് തന്നില്ല. പക്ഷേങ്കിൽ ബൈങ് ചാൻസ് കാണിച്ചു. HDFCക്കകത്തും RBLനകത്തും. RBL ബാങ്ക് ഫ്ലാറ്റ് ഓപ്പണിംഗ് വന്നു. കറക്റ്റ് പ്രീവിയസ് ഡേ ലോയിൽ ടച്ച് ചെയ്തിട്ട് കയറിപ്പോയി. ഇവിടെ ടച്ച് ചെയ്ത് 48 എന്നത് 56 വരെ പോയി. നല്ല മോശമല്ലാത്തൊരു പ്രോഫിറ്റ് അത് തരുന്നുണ്ട്. അതിനുശേഷം വേറെ ഏതായിരുന്നു, HDFC ലൈഫ് ഓപ്പണിംഗ് ഡൗണ് പ്രീവിയസ് ഡേ ലോയ്ക്കും താഴെ ഓപ്പണായി. ഇവിടെ ശ്രദ്ധിച്ചാൽ അറിയാം. അത് വന്നിട്ട് S1 താഴെ വന്നു. S2 വരാതെ S1 മുകളിൽ ട്രേഡായി 758 നമ്മൾ എൻട്രി എടുത്താൽ നമുക്ക് അവിടുന്ന് ഇതുണ്ടല്ലേ 786, ഇവിടെ 788, 89 വരുന്നുണ്ട്. അപ്പോൾ ഏകദേശം 8 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം അത് ഇറങ്ങിയിട്ടില്ല. രണ്ടിനകത്തും നല്ല ചാൻസ് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ബൈങ് ചാൻസും സെല്ലിങ് ചാൻസും നമുക്ക് കിട്ടും. പക്ഷേ നമ്മൾ നോക്കിയെടുക്കണം, ഷെയറുകൾ നോക്കിയെടുക്കണം, അത്രയേ ഉള്ളൂ. പിന്നെ നമുക്ക് നാളത്തേന് ഉള്ള ഷെയറുകൾ നമ്മൾ എടുത്തു വെച്ചേക്കുന്നത് നോക്കാം. നാളെ തന്നെ ഇത്രയും ഷെയറുകൾ എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഈ 3 ഷെയർസിനകത്ത് നമുക്ക് ബൈങ് ചാൻസ് കിട്ടുവാണെങ്കിൽ എടുക്കാം. നമ്മളിവിടെ സെല്ലിങ്ങിൻ്റെ എങ്ങനെയാണ് എടുക്കുന്നത്, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. ഇവിടെ റെസിസ്റ്റൻസ് ലെവൽ എടുക്കുന്നെങ്കിൽ ഇവിടെ സപ്പോർട്ട് ലെവലും ലോയും എടുക്കുമെന്നേ ഉള്ളൂ. ഇവിടെ ഇപ്പം ICICI പ്രൂഡൻഷ്യലിൻ്റെ ലോ കണ്ടില്ല, 636.95. ക്ലോസിങ് വന്നിട്ട് 39.90. നാളെ ഇത് ഓപ്പണിങ്ങിൽ ഈ ലോയ്ക്ക് താഴെ പോകുക, അതല്ല S1 S2 ഏത് ലെവലിലാണോ പോയിട്ട് തിരിച്ച് റിവേഴ്സ് അടിച്ച് കയറാൻ തുടങ്ങും. ഇപ്പം 629 വരെ പോയിട്ട് 630-57 മുകളിലോട്ട് കയറുമ്പോൾ നമ്മൾ എൻട്രി എടുക്കുക. 631 ഒരു എൻട്രി എടുത്താൽ നമുക്ക് 2 രൂപയുടെ റിസ്ക്കേ ഉള്ളൂ. മുകളിലോട്ട് കയറി പോകുന്നത് ഒക്കെ നമുക്ക് നല്ല ബെനിഫിറ്റ് കിട്ടാൻ ചാൻസ് കൂടുതൽ. JSW എനർജി അതുപോലെ തന്നെ. ലോ നോക്കിക്ക് 507.95, ക്ലോസിങ് 10.35. അതിൻ്റെ S1 505.43, S2 500. ഇത് ഈ 500 എനിക്ക് തോന്നുന്നു ഈ ലെവലിന് താഴെ വന്നിട്ട് തിരിച്ച് കയറുകയാണെങ്കിൽ നല്ല ചാൻസ് ആയിരിക്കും. അതായത് S2 500 താഴെ പ്രാവശ്യം പോയതിന് ശേഷം 552 മുകളിൽ കയറി നിൽക്കാൻ തുടങ്ങിയ ഒരു ബൈങ് ചാൻസ് നല്ലത് കിട്ടാൻ സാധ്യതയുണ്ട്. ടാറ്റ കമ്മ്യൂണിക്കേഷനും അതുപോലെ ഇന്നലെ നല്ല മൂവ്മെൻറ്റ് വന്നു, ഇന്ന് ഡൗണിൽ പോയി. നാളെ നോക്കേണ്ടതിൻ്റെ ലോ 1766.60. S1 തീരെ അടുത്തടുത്ത്. അപ്പം S1 വന്നിട്ട് കയറുവാണെങ്കിൽ നോക്കുക, അതല്ല ഓപ്പണിങ് നല്ലൊരു മൂവ്മെൻറ്റ് താഴോട്ട് തന്നിട്ട് S2 വന്നിട്ട് തിരിച്ച് കയറുവാണെങ്കിൽ നല്ലൊരു ചാൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. അതുപോലെ ഇത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷനുള്ള ഷെയറുകളാണ്. ഇതിനകത്ത് ക്യാഷ് മാർക്കറ്റിന് ട്രേഡ് ചെയ്യാം. അല്ലാതെ ചിലർക്ക് ഡൗട്ടുണ്ട്, ഫണ്ടിലുള്ള ഷെയർസ് നമുക്ക് ഇക്വിറ്റി ക്യാഷ് മാർക്കറ്റിൽ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും പറ്റും. ഇതാണെങ്കിൽ നമുക്ക് സെല്ലിങ് ചാൻസ് തരുവാണെങ്കിൽ നോക്കുക. ചമ്പൽ ഫെട്ട് പ്രീവിയസ് ഡേ ഹൈ R1 റേഞ്ചിൽ നിന്നൊക്കെ ഇറങ്ങുവാണെങ്കിൽ ചാൻസ് എടുക്കുക. ഓയിൽ ഇന്ത്യയും ഹൈ R1 R2 ലെവലുകൾ നോക്കുക. M&M ഫൈനാൻസും
എം ഫൈനാൻസ് ഈ ആവറേജ് നോക്കുക 69, ചിലപ്പോൾ ഹൈ അടിക്കാതെ ഈ ആവറേജ് വന്നിട്ട് ചിലപ്പോൾ അറിയാനും ചാൻസ് ഉണ്ട്. ബാക്കിയുള്ള ഷെയറൊക്കെ ഈ സാക്സ് സോഫ്റ്റ് സൂക്ഷിച്ച് വേണം ട്രേഡ് എടുക്കാൻ. ലാസ്റ്റ് മൂവ്മെൻറ്റ് ഹെവി മൂവ്മെൻ്റ് ആയിരുന്നു അപ്പിലോട്ട് വന്നത്. എൻ്റെ ലാസ്റ്റ് ക്യാൻഡിൽ ഞാൻ കാണിച്ചു തരാം. സാക്സ് സോഫ്റ്റ് ഈ ഒരു 3:15 ശേഷമുള്ള മൂവ്മെൻ്റാണിത്. 221 നേരെ 235 വരെ കയറിപ്പോയി. ഇത് ആവറേജ് വന്നുകൊണ്ട് ഇങ്ങനെ കാണിക്കുന്നതാണ്. ഇത് നാളെ ഓപ്പണിങ്ങിൽ ചിലപ്പോൾ ഇന്നത്തെ ഹൈയോ R1 പോയിട്ട് തിരിച്ചിറങ്ങുവാണെങ്കിൽ നല്ല ചാൻസ് പ്രതീക്ഷിക്കാം. ക്യൂ പവർ ശ്രദ്ധിക്കുക. ക്യൂ പവർ ക്ലോസിങ് 37.43. ഇതിപ്പോൾ 750 പോയിട്ട് 43 പോവുകയാണെങ്കിൽ പ്രീവിയസ് ഡേ ഹൈഡ് അവിടെ തന്നെ ചാൻസ് എടുക്കാം. അല്ലെ R1 കിട്ടുവാണെങ്കിൽ അത്രയും നല്ല. അസാലും ഈ R1 റേഞ്ചിൽ നിന്ന് കിട്ടുവാണെങ്കിൽ നല്ല ചാൻസ് ആയിരിക്കും. ആസ്റ്റർ ഡി എം നോക്കുക, ഹൈ അടിച്ചിട്ട് ഇറങ്ങുവാണെങ്കിൽ ചാൻസാണ്. R1 പോകാൻ ചാൻസ് ഉണ്ട്. ഇന്നത്തെ മൂവ്മെൻറ്റ് കണ്ടിട്ട് ഹെവി മൂവ്മെൻറ്റ്, ലാസ്റ്റ് ടൈമിലോട്ടൊക്കെ നല്ല മൂവ്മെൻറ്റ് വന്നു. മോത്തിലാൽ ഒസ്വാളും ഹൈ R1 റേഞ്ച് നമുക്ക് നോക്കാം. നാറ്റ്കോ ഫാർമ 1000 മുകളിൽ പോയിട്ട് ഈ ലെവൽ കട്ട് ചെയ്യുകയാണെങ്കിൽ, അല്ലെ 1000 അടുത്ത് പോയിട്ട് ഈ ലെവൽ കട്ട് ചെയ്യുകയാണെങ്കിൽ ചാൻസ്. എയറീസ് എന്ന് പറയുന്ന ഷെയർ ഹൈ R1 റേഞ്ച് എന്ന ചാൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. ലാറ്റൻ വ്യൂവും ഹൈ R1 R2. ബ്ലൂ സ്റ്റാർ കോർപ്പറേഷനകത്ത് ഇതൊരിടയ്ക്ക് നല്ല രീതിയിൽ അടിച്ചു പോയ ഷെയർ. ഞാൻ ഷോർട്ട് ടൈം കോളിൽ എനിക്ക് തോന്നുന്നു 1600 റേഞ്ചിലൊക്കെ പറഞ്ഞിട്ടുള്ളതെന്ന് തോന്നുന്നു. പക്ഷെ അത് കുറേ 2 മാസത്തോളം ആയെന്ന് തോന്നുന്നു. എന്നാൽ ഇപ്പോൾ ഇതിനകത്തൊരു അപ് ട്രെൻഡ് കാണിക്കുന്നുണ്ട്. ഈ ഷെയർ ചിലപ്പോൾ 2000 രൂപയുടെ റേഞ്ചിലോട്ട് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് നോക്കിയേ ചെയ്യാവോ. ലെവൽ കട്ട് ചെയ്തിറങ്ങുവാണെങ്കിൽ ക്വാണ്ടിറ്റി കുറച്ച് ചാൻസ് എടുക്കുക. നസാറ ടെക്നോളജിയും 1400 പോയിട്ട് R1 കട്ട് ചെയ്യുവാണെങ്കിൽ ചാൻസാണ്. 63.3. ഇത് ഈ ആവറേജിൻ്റെ അവിടെ നിന്ന് ഇറങ്ങുവാണെങ്കിൽ ചാൻസാണ്. മാക്സ് ഹെൽത്ത് R1 R2 പ്രീവിയസ് ഡേ ഹൈ ഒക്കെ ചാൻസാണ്. അസാഹി ഇന്ത്യ അതും ഈ ഹൈ R1 ഏകദേശം അടുത്തടുത്താണ്. അപ്പോൾ അത് രണ്ടിനും ചാൻസ് എടുക്കാം. JK ലക്ഷ്മി വീണ്ടും ഹൈ അടിച്ചിട്ട് ഇറങ്ങുവാണെങ്കിൽ ചാൻസ് എടുക്കാം. ഇപ്പം ഇത് നമ്മുടെ സ്ട്രാറ്റജി പ്രകാരമുള്ള ചാൻസുകളാണ് ഇത്. പക്ഷേ മാർക്കറ്റ് ടൈമിൽ അതിൻ്റെ ഓരോ ഷെയറിൻ്റെ മൂവ്മെൻറ്റിൻ്റെ അനുസരിച്ച് വേണം നമ്മൾ ചാൻസ് എടുക്കാൻ. നമുക്ക് ചാൻസ് എപ്പോൾ കിട്ടുന്നോ ആ സമയത്ത് മാത്രമേ എൻട്രി ചെയ്യാവൂ. ഇടയ്ക്ക് വെച്ച് എൻട്രി ചെയ്യരുത്. അതുപോലെ സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്യുക. പറയുന്ന രീതിയിൽ തന്നെ സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നാളെ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ഡേ ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ.